നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടുക്കളയുടെ താളം തെറ്റുന്നു. കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില ലിറ്ററിന് 500 രൂപയിലേക്ക്. വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറച്ചുണ്ട്. സൺറൈസ്, സൺഫ്ലവർ ഓയിൽ പോലെയുള്ള എണ്ണകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലിലേക്ക് തിരിഞ്ഞ് സാധാരണക്കാർ. വിതുരയിലെ ആദിവാസി യുവാവിന്റെ മരണത്തിൽ സമരക്കാർക്കെതിരെ കേസെടുത്തേക്കും. യുവാവിന് ജീവൻ നഷ്ടമായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതുകൊണ്ടെന്ന് മന്ത്രി OR കേളു. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും AIYF-ഉം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. ശബരിമല നീലിമല പാത അടച്ചു. MVD ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ക്ലീൻ വീൽസിന് പിടിച്ചത് ലക്ഷങ്ങൾ. ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റിയതിന്റെ തെളിവുകൾ കണ്ടെത്തി. പരിശോധന നടന്നത് 81 ഓഫീസുകളിൽ. പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ ബൈക്ക് യാത്രക്കാരൻ മരിച്ചതിൽ പ്രതിഷേധം. ബസ്സുകൾ തടഞ്ഞ നാട്ടുകാർ. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷം. വാർത്തകൾ വിശദമായി നോക്കാം. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ കുതിക്കുകയാണ് വെളിച്ചെണ്ണ വില. കുടുംബ ബജറ്റിനെ കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്ക് വില എത്തിക്കഴിഞ്ഞു. വെളിച്ചെണ്ണ ഒഴിവാക്കി സൺഫ്ലവർ ഓയിലിലേക്കും മറ്റും തിരിഞ്ഞിരിക്കുകയാണ് സാധാരണക്കാർ. അപ്പം ഞങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറച്ചുണ്ട്. സൺറൈസ്, സൺഫ്ലവർ ഓയിൽ പോലെയുള്ള എണ്ണകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും കൂടുതലായിട്ടും. ഇപ്പോൾ ലൂസ് വെളിച്ചെണ്ണ വല്ലതും കാക്കിലോനൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതിപ്പോൾ അരയും ഒന്നൊക്കെ ആയിട്ട് ഞങ്ങൾ മേടിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണക്കാരല്ലേ. കേര ഇപ്പം 2 ആഴ്ചയായിട്ട് വന്നില്ല. കേരയാണ് വരുന്നില്ല. എല്ലാവരുടെയും വാക്കുകളിലുള്ളത് കടുത്ത ആശങ്ക തന്നെയാണ്. വീട്ടമ്മമാരാണ് കുടുംബ ബജറ്റ് സന്തുലിതാവസ്ഥയുടെ കാവൽക്കാർ. ഇപ്പോൾ ഒരു കടയിലേക്ക് എത്തിയാൽ ആദ്യം വെളിച്ചെണ്ണയുടെ വില എന്തായി എന്ന് നോക്കേണ്ട അവസ്ഥയാണ്. പ്രതിദിനം വില ഉയരുന്ന സ്ഥിതി. 450 രൂപയ്ക്ക് മുകളിലേക്ക് വിലയെത്തി. മുൻപന്തിയിലുള്ള ബ്രാൻഡുകൾ 500 മുകളിലാണ്. ഈ വർഷം ആദ്യം 200 രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയാണ് ഇങ്ങനെ കുത്തനെ കയറിപ്പോയത്. വെളിച്ചെണ്ണ ഒഴിവാക്കി പലരും ബദൽ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞതായി വ്യാപാരികൾ പറയുന്നു. വെളിച്ചെണ്ണ ഇപ്പോൾ കിട്ടാനും ഇല്ല. കേരയൊക്കെ ഒരു 3 ആഴ്ചയായിട്ട് നമുക്ക് സപ്ലൈ വന്നിട്ടില്ല. ഇപ്പം നാളെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഓർഡർ എടുത്ത് പോയിട്ടുണ്ട് ഇന്നലെ. പിന്നെ മറ്റുള്ള വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ ഏതാണ്ട് 400 ചില്ലാനും 450 ലെവലാണ്. കേരയുടെ അടുത്ത MRP 529 പുതിയത് തന്നെ. പിന്നെ ഇപ്പോൾ സാധാരണ പാം ഓയിലും സൺഫ്ലവർ ഓയിലും റൈസ് ബ്രാൻ ഓയിലൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ആൾക്കാർ വെളിച്ചെണ്ണ അളവ് കുറച്ച് അങ്ങനെ ബില്ലിങ്ങിലൊക്കെ കണ്ടു തുടങ്ങി. വളരെ കുറവാണ് വെളിച്ചെണ്ണ എടുക്കൽ. കുറവ് ഇപ്പം തന്നെ സ്റ്റോക്കിന് വളരെ കുറവാണ്. അല്ലെങ്കിൽ എപ്പോഴും ആ റാക്ക് കംപ്ലീറ്റ് ഫുള്ളാണ്. വില ഈ നിലയിൽ പോവുകയാണെങ്കിൽ വൈകാതെ സാധാരണക്കാരന് അപ്രാപ്യമാകുന്ന രീതിയിലേക്ക് വെളിച്ചെണ്ണ എത്തും. വിലക്കുറവിൽ മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിൽ എത്തുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. സൺഫ്ലവർ ഓയിലിൻ്റെയും പാം ഓയിലിൻ്റെയും എല്ലാം വിപണി വർദ്ധിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഇവരും വില കൂട്ടാനുള്ള സാധ്യതയാണ്. ഭക്ഷ്യവസ്തുക്കൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെന്ന് മലയാളിയുടെ ഗൃഹാതുരത്വത്തിന് വില കൂടുകയാണ്. ന്യൂസ് 18 കൊച്ചി. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ വീടുകളിലെ അടുക്കള പ്രതിസന്ധിയിലായി. എണ്ണയില്ലാതെ എങ്ങനെ പാചകം ചെയ്യുമെന്നാണ് വീട്ടമ്മമാർ ചോദിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാകില്ലേ എന്ന ആശങ്കയുമുണ്ട് അമ്മമാർക്ക്. വെളിച്ചെണ്ണയില്ലാതെ നമ്മൾ മലയാളികൾക്ക് എന്ത് പാചകം? ഈ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കുത്തനെ കൂടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ അടുക്കളയിലൊക്കെ എങ്ങനെയാണ് നമുക്ക് സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കാൻ കഴിയുക? എന്തായാലും ഈ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടുന്നതൊക്കെ നാട് മുഴുവനും ചർച്ചയാണ്. വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൈ ഒന്ന് പൊള്ളും. ഒന്ന് ആലോചിക്കും, വേണോ വേണ്ടയോ, ആ കറിക്ക് ഇച്ചിരി എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇപ്പോൾ അടുക്കളയിൽ നടക്കുന്നത്. നമുക്ക് ഒരു വീട്ടമ്മയോട് തന്നെ ചോദിക്കാം. ലിജി ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. ലിജി ചേച്ചി, വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
വലിയ വിഷയമാണ് നമ്മൾ അടുക്കളയിലുള്ളവർക്ക് അല്ലേ? അതെ അതെ, വീട്ടമ്മമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വില കൂടുതൽ. നമ്മുടെ എല്ലാ വീട്ടാവശ്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ് വന്നിരിക്കുന്നത്. സാധാരണക്കാർക്ക് അത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ നമുക്കൊരു കറി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ പകരം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ എങ്ങനെയാണ് അടുക്കളയിലെ ഒരു ബഡ്ജറ്റും എണ്ണ ഉപയോഗവും ഒക്കെ? നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെളിച്ചെണ്ണ നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഉത്തമമാണ്. അതുപോലെ നമ്മുടെ കറികൾക്ക് സ്വാദ് കൂട്ടാനും രുചി വരാനും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ യൂസ് ചെയ്യാനും ബോഡി മസാജിനും ശരീരത്തിൽ പുരട്ടാനും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാന്ന് വെച്ചാൽ സാധാരണ അമ്മമാരുടെ കൈ വിറയ്ക്കും. കാരണം വെളിച്ചെണ്ണയ്ക്ക് പൊന്നും വിലയാണ്. സ്വർണത്തിനെ പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നല്ലേ ഇപ്പൊ? അതെ അതെ അതെ, വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ പൊന്നും വില തന്നെയാണ്. സാധാരണക്കാർക്ക് അത് ബഡ്ജറ്റ് നന്നായി ബാധിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും തന്നെ അതൊരു അവരവരുടെ ബഡ്ജറ്റിൽ ഒരു ബുദ്ധിമുട്ടാണ് ഇത്ര വില വരുന്നത്. പകരം ഇപ്പൊ നമ്മൾ വല്ല പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അത് ഒരു തൃപ്തി വരില്ല ആഹാരം കഴിക്കുമ്പോ, അല്ലേ? അത് ശരിയാണ്. പാം ഓയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിൽ പല പല മായങ്ങളും ചേർത്തുണ്ടാവും. വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നില്ല എന്നല്ല പറയണേ, എന്നാലും ഉണ്ടാവും. എന്നാലും നമുക്കൊരു 80-90% ഒക്കെ വിശ്വസിച്ച് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ. എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയുടെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടി ഉടനെ ചെയ്യുമെന്നാണ് എല്ലാ ജനങ്ങളുടെയും പ്രതീക്ഷ. എന്നാലും ലിജി ചേച്ചിയുടെ കുക്കിംഗ് നടക്കട്ടെ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്തായാലും ഈ വെളിച്ചെണ്ണയുടെ വില കൂടുന്നത് കൊണ്ട് ആളുകൾക്ക് ഇപ്പോൾ വറുക്കാനും പൊരിക്കാനും ഒക്കെ ഒന്നും മടിയാണ്. ഇനി എന്ത് ചെയ്യുമെന്നാണ് അടുത്ത ആലോചന. പകരം ഉപയോഗിക്കുന്ന എണ്ണകൾ, ഇപ്പോൾ പാം ഓയിൽ ആയിക്കോട്ടെ സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിക്കാനും നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവും. എന്തായാലും സർക്കാർ ഇടപെട്ട് ഈ പാവപ്പെട്ട വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഈ ഒരു വിഷമം അതൊന്ന് കേൾക്കുമെന്ന് തന്നെ നമ്മളും പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വെളിച്ചെണ്ണയുടെ വില വർധനവിൽ പ്രതിസന്ധിയിലാണ് ബേക്കറി മേഖലയും. ഓണക്കാലത്ത് കായ ഉപ്പേരിക്കും മറ്റുമായി വെളിച്ചെണ്ണ വൻതോതിൽ വേണ്ടതിനാൽ കടുത്ത ആശങ്കയിലാണ് വ്യാപാരികളും. മലയാളിയുടെ ഗൃഹാതുരത്വത്തിൻ്റെ ഉത്സവകാലമാണ് ഓണം. അതിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനത്തെ ബേക്കറി മേഖല. കായ ഉപ്പേരി മുതൽ പല വറവുകളും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ വേണം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിന് കഴിയില്ല. വെളിച്ചെണ്ണ മാറ്റി പിടിക്കാനും പറ്റില്ല. ഓണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പിടുത്തമില്ല. കാരണം 160 രൂപ സാധനം ഇന്ന് 460 രൂപയായി. 1 കിലോയിൽ 300 രൂപ കൂടി. സ്വർണം പോലെ ഇങ്ങനെ കൂടാ, ഓരോ ദിവസവും ഇങ്ങനെ അടുക്കി കയറും. അപ്പം ഞങ്ങൾക്ക് ബേക്കറി പ്രസ്ഥാനം എന്ന് വെച്ചാൽ ചിപ്സ് ഹലുവയൊന്നും ഒരിക്കലും നമുക്ക് ഓയിലിലേക്ക് മാറ്റാൻ പറ്റില്ല. ക്വാളിറ്റി കുറഞ്ഞ വെളിച്ചെണ്ണ എടുക്കാനും പറ്റില്ല. അപ്പം കസ്റ്റമർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. മാത്രമല്ല നമ്മളങ്ങ് ചെയ്യില്ല, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പം ചിപ്സ് ഇപ്പം ശരിക്ക് കയ്യിൽ നിന്ന് നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയുടെ വില കൂടുതലിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് ഒരു പരിധിവരെ മാത്രമേ വില കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അധിക വില വർദ്ധിപ്പിച്ചാൽ ആവശ്യക്കാരും കുറയും. അതുകൊണ്ട് ഇക്കുറി ആശങ്കകളുടെ ഓണമായിരിക്കുമെന്ന സൂചനയാണ് വിപണി നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി. വെളിച്ചെണ്ണയുടെ വില കുത്തനെ ഉയർന്നതോടെ മലയാളികളുടെ അടുക്കളയിൽ ആശങ്ക തിളയ്ക്കുകയാണ്. കേരഫെഡിന്റെ വെളിച്ചെണ്ണയുടെ വില ഒറ്റയടിക്ക് 110 രൂപ വർദ്ധിച്ച് 529 രൂപയിലെത്തി. ഓണക്കാലത്തും വില കുറയാനുള്ള സാധ്യത കുറവാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിലക്കയറ്റത് ദിവസം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എത്ര മേടിച്ചപ്പോൾ 85 രൂപ, 100. ഇപ്പം നമ്മളവിടെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഇതിന് ഒരു 90 രൂപയ്ക്കും കൊടുക്കണം. വെളിച്ചെണ്ണ അതേപോലെ 400-450 രൂപയായി. ബുദ്ധിമുട്ടാണ്. ജീവിക്കാൻ പറ്റില്ല. നമ്മളെ പോലെ അത്തപ്പാടികളത്തിൽ ഈ ദിവസം ഓണക്കാകുമ്പോൾ തേങ്ങയൊക്കെ ഒരു 150 രൂപയെങ്കിലും ആവും ഈ പോക്കാണെങ്കിൽ. ഭയങ്കര വില കൂടുതലാ എല്ലാറ്റിനും. ഇപ്പൊ വെളിച്ചെണ്ണ ഭയങ്കര വില കൂടുതലാ. ഇപ്പം ഓണത്തിനൊക്കെ എങ്ങനെയാ വില വാങ്ങിക്കാന്നൊരു ആയിരിക്കും. കാരണം ഇപ്പൊ തന്നെ ഇത്ര വില കൂടുതലാണെങ്കിൽ പെട്ടെന്ന് വില കുറയാനൊരു ചാൻസ് ഇല്ല. ഓണത്തിന് നാച്ചുറലി വില കൂടുതലേ ഉള്ളൂ. ഇത് ഇവരുടെ മാത്രം പ്രതികരണമല്ല. വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില ഉയർന്നതോടെ ഓരോ മലയാളിയും പങ്കുവെക്കുന്ന ആശങ്കയാണിത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 200 രൂപയും നാളികേരം 35 മുതൽ 40 രൂപ വരെയായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ശേഷമാണ് വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും വില വല്ലാതെ ഉയർന്നു തുടങ്ങിയത്. ഉപഭോക്താക്കളെ മാത്രമല്ല കച്ചവടക്കാരെയും വിലവർദ്ധനവ് പ്രതിസന്ധിയിലാക്കി.
നിലവിലുള്ള മാർക്കറ്റിൽ സെയിൽ വളരെ കുറവാണ്, ശകലം കുറവാണ്. കാരണം എല്ലാവരും ഈ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവല്ലേ. അപ്പം അതുകൊണ്ട് സെയിൽ നേരത്തെ ഉള്ളേക്കാളും സെയിൽ കുറവ്. കാരണം കൊപ്ര ഇല്ലാതെ കൊണ്ടാണ് എന്നുള്ള ഒരു ഇതാണ് അറിയപ്പെടുന്നത്. കാരണം ചില ഇത് കൊപ്രകൾ ഇപ്പം തേങ്ങ വില കൂടുതലാണ്, നേരത്തെ ഉള്ളവരും തേങ്ങ വില കൂടുതലാണ്. അതുകൊണ്ട് കൊപ്ര ഇല്ലാതെ വേണം വില കൂടാനായിട്ട്. അതാണ് ഇതിൻ്റെ സാധ്യത. സാധാരണക്കാരുടെ അത്താണിയായ സപ്ലൈകോയിൽ വിലക്കുറവാണെങ്കിലും ഒട്ടുമിക്ക സ്റ്റാളുകളിലും വെളിച്ചെണ്ണ ലഭ്യമല്ല. വിപണി വില പെട്ടെന്ന് ഉയർന്നതോടെ വിതരണക്കാർ സപ്ലൈ നിർത്തിവെച്ചതാണ് ഇതിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം കാരണം തേങ്ങയുടെ ഉൽപാദനം ആഗോളതലത്തിൽ തന്നെ കുറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള വരവും നിലച്ചു. നാളികേര വില കിലോയ്ക്ക് 100 രൂപയോട് അടുക്കുകയാണ്. അതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് മന്ത്രി ഒ.ആർ. കേളു. വിതുരയിലെ ആദിവാസി യുവാവ് ബിനുവാണ് മരിച്ചത്. വിതുര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബിനുവിനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സമരക്കാർ ആംബുലൻസ് തടഞ്ഞത്. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നു. സാരംഗ്, കേസെടുക്കാനുള്ള സാധ്യതയുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഇത്തരത്തിലൊരു സംഭവത്തിൽ കേസ് എടുക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. നമുക്കറിയാം, ഇത്തരത്തിലൊരു രോഗി മരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അവരുടെ പ്രതിഷേധം എത്തുമ്പോൾ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരു യുവാവിനെ ആയിരുന്നു ഇത്തരത്തിൽ വിവിധ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടുന്ന് പിന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. അത്തരത്തിൽ മാറ്റുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രതിഷേധം നടക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ആംബുലൻസിൽ ഈ ഒരു യുവാവിനെ ഈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള ഒരു കാലതാമസം നേരിടുകയും ചെയ്തത്. ഇതിലൊരു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ഒരു ആംബുലൻസിന് 4 ടയറുകളും തേയ്മാനം സംഭവിച്ച ടയറുകളായിരുന്നു. ഒപ്പം തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തൊരു ആംബുലൻസ് ആയിരുന്നു. അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു പ്രതിഷേധം നടന്നത്. അങ്ങനെയാണ് ഈ ഒരു ആംബുലൻസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം. മാത്രമല്ല, ഈ ഒരു രോഗിയെ അവർ തടഞ്ഞു വെച്ചിട്ടില്ല, അവർ തന്നെയാണ് ഈ ആംബുലൻസിലേക്ക് ഈ രോഗിയെ കയറ്റിയതെന്നുള്ള രീതിയിൽ വിശദീകരണം വരുന്നുണ്ട്. പക്ഷേ അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എത്രത്തോളം സമയം അവിടെ നഷ്ടപ്പെട്ടു ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി. മാത്രമല്ല, ഈ ഒരു രോഗി മരിക്കാനിടയായ സംഭവം ഇത്തരത്തിലൊരു കാലതാമസം വന്നതുകൊണ്ടാണോ എന്നുള്ള തരത്തിലേക്കുള്ള അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, വീണ ജോർജും മറ്റ് മന്ത്രിമാരെല്ലാം ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ചും ഒപ്പം തന്നെ എവൈഎഫും ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിൽ അപലപിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇതിലൊരു കൃത്യമായ ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം, ഇതിൽ എന്തെങ്കിലും പിഴവ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നാണ് മന്ത്രി ഒ.ആർ. കേളു ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി സംബന്ധിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിൽ പരിശോധന നടത്തിയത്. 21 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് പണം കൈപ്പറ്റിയതിന്റെ തെളിവുകൾ വിജിലൻസ് കണ്ടെത്തി. തിരുവനന്തപുരത്ത് RTO ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി ഏജന്റുമാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം കാക്കനാട് RTO ഓഫീസിലെ MVAയുടെ അക്കൗണ്ടിൽ 8 ലക്ഷം രൂപ കണ്ടെത്തി. വാഹന ഡീലേഴ്സും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും നൽകിയ പണമാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാസർഗോഡ് മുതൽ ഇടുക്കി വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. കനത്ത മഴയെ തുടർന്ന് ശബരിമല നീലിമല പാത അടച്ചു. നീലിമല പാതയിൽ തെന്നി വീണ് തീർത്ഥാടകർക്ക് പരിക്കേറ്റു. മല കയറുമ്പോൾ പലയിടത്തും വഴുക്കലുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് 15 തീർത്ഥാടകർ തെന്നി വീണത്. കണ്ണൂർ പഴയങ്ങാടിയിൽ പുഴയിൽ ചാടി യുവതി ആത്മഹത്യ ചെയ്തതിന് പിന്നിലും കുടുംബ പ്രശ്നമെന്ന് സൂചന. മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമാണെന്ന് യുവതി ഫോണിൽ കുറിച്ചത് ബന്ധുക്കൾ കണ്ടെടുത്തു. ഇന്ന് രാവിലെയാണ് വേങ്ങര സ്വദേശിനി MV റീമ 3 വയസ്സുള്ള മകനൊപ്പം പുഴയിൽ ചാടിയത്. റീമയുടെ മൃതദേഹം കണ്ടെത്തി കുട്ടിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഊരംകുഴിയിൽ റോഡ് തകർന്നു. 6 മീറ്റർ വീതിയുള്ള റോഡിലൂടെ അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ ഓടുന്നതാണ് റോഡ് തകരാൻ കാരണം. റോഡ് തകർന്നതോടെ 20ഓളം കുടുംബങ്ങളുടെ യാത്ര ദുരിതക്കയത്തിലായിരിക്കുകയാണ്.
6 മീറ്റർ വീതിയുള്ള റോഡിലൂടെ അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ ഓടുന്നത് മൂലമാണ് റോഡ് തകർന്നത്. 20ഓളം കുടുംബങ്ങളുടെ യാത്ര ഇതോടെ ദുരിതക്കയത്തിലായി. സ്വകാര്യ വ്യക്തികൾ വിട്ടുനൽകിയ സ്ഥലത്താണ് റോഡ് നിർമ്മിച്ചത്. എന്നാൽ ഭാരവാഹനങ്ങൾ ഓടിത്തുടങ്ങിയതോടെ റോഡ് തകർന്നു. പ്ലൈവുഡ് കമ്പനികളിലേക്ക് വാഹനങ്ങൾ അമിതഭാരം കയറ്റി ഓടുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാനും പറ്റില്ല. ഞങ്ങൾക്കൊരു സ്കൂൾ വണ്ടിയോ മറ്റ് ഒരു വണ്ടികളും ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല. ഇവിടെ ഏത് സമയത്തും കമ്പനിക്കാരുടെ ഭീഷണിയാണ് ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭയങ്കരമായ ഭീഷണികളാണ്. ഞങ്ങളുടെ ഗതാഗതം മുട്ടിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ആശുപത്രി പോകാൻ പെട്ട പാടെന്നാന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അത്രമാത്രം കഷ്ടപ്പെട്ട് ഇവിടെ ഈ തരം കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പാടില്ലേ. ഇതേ രീതിയിലുള്ള പോക്കിരിത്തരമാണ് അവർ ചെയ്തിട്ടിരിക്കുന്നത്. 2023 ഈ റോഡ് സഞ്ചാരയോഗ്യമായി വരുന്നത്. അതിന് മുമ്പ് വരെ ഇങ്ങനെ റോഡ് ഉണ്ടെന്ന് വരെ ആൾക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ വിവരാവകാശം വെച്ചപ്പോൾ 6 മീറ്റർ വീതി താഴെ ഉള്ളൂ എന്നാണ് ഞാൻ വിവരാവകാശം കിട്ടിയേക്കുന്നത്. അതനുസരിച്ച് ഇതിനകത്ത് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നിയമപരമായി അറിയിച്ചിട്ടും ഇതിന് നിയമനടപടികൾ സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ വെള്ളിയാഴ്ച പള്ളി പോണ സമയത്ത് ഒന്ന് അനധികൃതമായിട്ട് ഇങ്ങനെ പാറക്കാലും മണലും അങ്ങനെ സാധനങ്ങൾ വിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് അനധികൃതമായ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കല്ലുകൾ കൂട്ടിയിട്ടതോടെ റോഡരികിൽ ജലമൊഴുകുന്ന കുഴലുകൾ തകർന്നു. ഇതോടെ മഴവെള്ളവും മലിനജലവും റോഡിലൂടെ പരന്നൊഴുകി വീട്ടുമുറ്റങ്ങളിൽ എത്തുകയാണ്. ഗ്രാമപഞ്ചായത്തിനും ജില്ലാ കലക്ടർക്കും കുടുംബങ്ങൾ പരാതി നൽകി. ഞങ്ങളത് പരാതിപ്പെട്ടപ്പോൾ വലിയ വാഹനങ്ങൾ ഇതിൽ കടന്നു പോകരുതെന്ന് അതിൻ്റെ അധികാരികൾ ഞങ്ങൾ അറിയിക്കുകയും രേഖാമൂലം തരികയും ചെയ്തു. അത് പ്രകാരം അത് കമ്പനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ അവരത് കൃത്രിമ രേഖ ഉണ്ടാക്കി. ഇത് പഞ്ചായത്തിൻ്റെ റോഡാണെങ്കിൽ പോലും 8 മീറ്റർ ഉണ്ട് എന്ന കൃത്രിമ രേഖ കാണിച്ച് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവരുടെ സാമ്പത്തിക കുഴിപ്പുകൊണ്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ ഭരണാധികാരികളെ സ്വാധീനിച്ച് ഈ റോഡ് 8 മീറ്റർ ആണെന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ കിടക്കുന്ന റോഡ് 8 മീറ്റർ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൃത്രിമ രേഖ ഉണ്ടാക്കി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതിയിലേക്കും അവർ പരാതി കൊടുത്തേക്കാണ്. ജില്ലാ പഞ്ചായത്തിലേക്കും നിവേദനം കൊടുത്തിരിക്കുകയാണ്. റോഡ് തകർന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വലിയ കല്ലുകൾ നീക്കം ചെയ്ത റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് പറഞ്ഞു. ന്യൂസ് 18 കോതമംഗലം. കൊച്ചിക്കാരെ വലച്ച് സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കുഴികൾ. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് കുഴിച്ച വാട്ടർ അതോറിറ്റി ഒരു ഭാഗം മാത്രം ടാർ ചെയ്തു പോയി. മഴ കൂടി പെയ്തതോടെ തോടാണോ റോഡാണോ എന്നറിയാതെ കഷ്ടപ്പെടുകയാണ് യാത്രക്കാർ. റോഡിലെ കുഴി കേരളത്തിൽ പുതുമയല്ല. പക്ഷേ റോഡിന്റെ ഒരു ഭാഗം മാത്രം ടാർ ചെയ്തു പോകുന്ന കാഴ്ചകൾ അപൂർവമായിരിക്കും. യാത്രക്കാരുടെ ഈ ദുരിതം ആരോട് പറയാൻ? വളരെ മോശമാണ്. കുഴിയല്ലേ, വളരെ മോശമാണ്. ചിലപ്പോൾ വീഴാറുണ്ട് രാത്രി. ആകെ പോയി കിടക്കുക, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാനാ, നമുക്ക് ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് പറയാനാ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും തമ്മനത്തേക്കും കടവന്ത്രയിലേക്കും പോകാനുള്ള ലിങ്ക് റോഡിന്റെ ദയനീയ കാഴ്ചയാണിത്. കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിലാകുന്നത് സ്ഥിരം കാഴ്ചയായി മാറി. ഈ വഴി നിരന്തരം പോയാൽ വാഹനത്തിന്റെ മാത്രമല്ല മനുഷ്യന്റെയും എഞ്ചിൻ ഔട്ടാകും. റോഡിലെ കുഴി ആയതുകൊണ്ട് വണ്ടിക്ക് ചെലവിയല്ലേ മാത്രമേ ഉള്ളൂ. കിട്ടുന്ന ഡെയിലി ഒരു 1500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 500 രൂപയും ചെലവ് മാറ്റിവെക്കണം. പിന്നെ അതിൽ ഇപ്പോൾ മന്ത്ലി ആയിക്കഴിഞ്ഞാൽ വണ്ടി സർവീസ് ആ ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഈ മഴ തുടങ്ങിയപ്പോൾ മുതലേ നടുവിന്റെ എട്ടപാട് തീരണയാണ്. ചില ആൾക്കാർക്ക് ഒരു തവണ 2 പ്രാവശ്യമൊക്കെ പോയാൽ മതി. ഞങ്ങളെപ്പോലുള്ള ഓട്ടോക്കാർ ആ ഫ്രണ്ടിൽ നിന്ന് ഒരു 15-20 തവണ ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാൻ. നടുവേദന കാരണം ഒരു രക്ഷയില്ല. അതൊന്ന് ശരിയാക്കാൻ ആരോട് പറയണമെന്ന് പോലും അറിയില്ല. ഇത് ആരാണ് ഇതിന്റെ ആൾക്കാരെന്നറിയില്ല. GCDA ആണോ കോർപ്പറേഷൻ ആണോ ഇത് ആരാന്ന് നമുക്കറിയില്ലല്ലോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. GCDO കൊച്ചി കോർപ്പറേഷനോ ആരാണ് ഈ റോഡ് നന്നാക്കേണ്ടതെന്നതിൽ തർക്കം തുടരുകയാണ്. ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിന്റെ ഒരു വശം മാത്രം ടാർ ചെയ്തു പോയിട്ട് മാസങ്ങളായി. മറുവശത്തേക്കാണെങ്കിലോ അധികൃതരാരും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഇനിയും ഈ കുഴികളിൽ ചാടി നടുവൊടിഞ്ഞ് എത്ര നാൾ യാത്ര ചെയ്യണമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ബസ്സുകൾ തടഞ്ഞ് നാട്ടുകാരുടെയും വിവിധ യുവജന സംഘടനകളുടെയും പ്രതിഷേധം. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ തടയാനെത്തിയ യുവജന സംഘടനകളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ നാട്ടുകാർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച് മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഇടിച്ച് മരുതോങ്കര സ്വദേശിയായ അബ്ദുൾ ജവാദ് എന്ന വിദ്യാർത്ഥി മരിച്ചത്. കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഒമേഗ എന്ന ബസ് മറ്റൊരു ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന ജവാദിനെ ഇടിച്ചിടുകയും ബസിന്റെ ടയർ കയറി ഇറങ്ങി മരണം സംഭവിക്കുകയുമായിരുന്നു. അപകടത്തിന് പിന്നാലെ ഈ റൂട്ടിൽ അമിത വേഗതയിൽ പോകുന്ന സ്വകാര്യ ബസ്സുകൾ നിരന്തരം യാത്രക്കാരുടെ ജീവനെടുക്കുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അപകടമുണ്ടാക്കിയ ബസ് റോഡിൽ നിന്നും എടുത്തു മാറ്റാൻ അനുവദിക്കാതെ വഴിതടഞ്ഞു പ്രതിഷേധിച്ചു. പോലീസ് ഇടപെട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പിന്നാലെയാണ് ഇന്ന് രാവിലെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. സമരം നേരിടാനെത്തിയ പോലീസിന്റെ വാഹനത്തിന് മുന്നിൽ സമരക്കാർ റീത്തുവെച്ചു. കുറ്റ്യാട് റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയാൽ തടയുമെന്നാണ് പ്രതിഷേധക്കാരുടെ മുന്നറിയിപ്പ്. സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ സ്വകാര്യ ബസ് തന്നെയാണ് പോലീസ് ഉപയോഗിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്തവരെ ബലം പ്രയോഗിച്ച് മറ്റുള്ളവർ മോചിപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. ശക്തമായ രൂപത്തിലുള്ള സമരത്തിനാണ് UDYF-ന്റെ പ്രവർത്തകന്മാർ നേതൃത്വം കൊടുക്കുന്നത്. അതിനെ ഞങ്ങൾ DCC സെക്രട്ടറിയെ ആദ്യം അറസ്റ്റ് ചെയ്യുക, KSU സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക. ഇതാണോ മര്യാദ? കാലിക്കറ്റ് സർവകലാശാല ചാലിക്കര റീജിയണൽ സെന്ററിലെ PG വിദ്യാർത്ഥിയാണ് അപകടത്തിൽ മരിച്ച അബ്ദുൾ ജവാദ്. അപകടമുണ്ടാക്കിയ ഒമേഗ ബസ് ഡ്രൈവർക്കെതിരെ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. അപകടത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിൽ മണ്ണിടിഞ്ഞ് വീണ് നീക്കാനുടൻ നടപടിയെടുക്കാൻ മന്ത്രിയുടെ ഉത്തരവ്. മണ്ണിടിഞ്ഞ് വീണതിന് പിന്നാലെ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. നഗരസഭ പണം അനുവദിച്ചിട്ടും മണ്ണ് പൂർണ്ണമായി നീക്കാതെ വന്നതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ പിന്നിൽ കല്ലും മണ്ണും ഇടിഞ്ഞു വീണിട്ട് ആഴ്ചകൾ പിന്നിട്ടു. ഇവ നീക്കം ചെയ്യാൻ നഗരസഭ പണം അനുവദിക്കുകയും ചെയ്തു. എന്നിട്ടും മണ്ണ് നീക്കം ഇഴയുകയാണ്. മണ്ണിടിഞ്ഞു വീണതിന് പിന്നാലെ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിഷയത്തിൽ ഇടപെട്ടത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സ്കൂളിന്റെ മുറ്റത്തോടെയാണ് പോകുന്നത്. ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കാണുന്ന ഷീറ്റിന്റെ മുകളിൽ നിന്നുള്ള ഹൈറ്റും അത്ര പോരാ. അപ്പോൾ ആ നിലയിൽ ഇത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമായ നടപടി ഉടനെ സ്വീകരിക്കേണ്ടതുണ്ട്. KICB HCP എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ സംസാരിക്കും. ബന്ധപ്പെട്ട പോലെയുള്ള സബ് യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ട്, സ്കൂൾ അധികൃതർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇത് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഈ 2ാം മാസം KICB സ്കൂളിന് നൽകിയെന്നാണ് അവർ ഇവിടെ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അധികം ഉയരമില്ലാതെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് മാറ്റി സ്ഥാപിക്കാൻ KICBക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. ഈ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടും ഇത് വളരെ അത്യാവശ്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് അതിനാവശ്യമായ തുക MLA ഫണ്ടിൽ നൽകുക. ഇമ്മീഡിയറ്റായിട്ട് അത് റെക്ടിഫൈ ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ KICBയുടെ ആവശ്യമുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിനും MM മണി MLAയും സ്കൂളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് 18 ഇടുക്കി. മണ്ണിടിച്ചിലുണ്ടായ കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട് മലയടിവാരത്തെ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്തി. ഒരു കുടുംബം വാടക വീട്ടിലേക്ക് താമസം മാറി. മണ്ണിടിച്ചിലിന് ശാശ്വത പരിഹാരമാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. കുളങ്ങാട് മലയിൽ മണ്ണിടിച്ചിലിന് ശമനമുണ്ടായതോടെയാണ് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തിയത്. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഒരു കുടുംബം മാത്രം വാടക വീട്ടിലേക്ക് താമസം മാറ്റി. കുന്നിൽ നിന്നും മണ്ണും മരങ്ങളും വന്നു പതിച്ച വിനീതിയുടെ വീടാണ് മഴക്കാലം കഴിയും വരെ പൂട്ടിയിടാൻ തീരുമാനിച്ചത്. ഇവർക്ക് സമീപത്തായി സ്വകാര്യ വ്യക്തി സൗജന്യമായി വീട് വിട്ടു നൽകിയിട്ടുണ്ട്. ശക്തമായി മഴ പെയ്താൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുള്ളതിനാലാണ് നേരിട്ട് ബാധിക്കുന്ന ഒരു കുടുംബത്തെ മാത്രം മാറി താമസിക്കാൻ നിർദ്ദേശിച്ചത്. മലയ്ക്ക് മുകളിൽ വിള്ളൽ വീണ ഭാഗത്തെ ഇളകിക്കിടക്കുന്ന മണ്ണ് പൂർണ്ണമായും വീണുകഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ സാധിക്കൂ. മണ്ണ് തട്ടുതട്ടുകളായി നീക്കം ചെയ്ത് മണ്ണിടിച്ചിൽ തടയാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 ചെറുവത്തൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് 9170, പവന് 73,360. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,555, പവന് 60,440.
വെള്ളി ഗ്രാമിന് 124 കിലോ 1,24,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.